ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ യൂട്യൂബിലെ വീഡിയോ എന്ന് പറയുന്നത് സാമിന്റെ അമ്മ അടിച്ചൊരു പർപ്പിൾ കളർ ആയിട്ടുള്ള ഒരു നല്ലൊരു ഡ്രസ്സ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കറക്റ്റ് ആദ്യം അമ്മ അടിച്ചിട്ട് ഇവന്റെ കയ്യിൽ കൊടുത്തപ്പോ എന്താ പറയാ, ആ ഒരു ഡ്രസ്സ് കുറച്ചൊരു ലെങ്ത് കൂടുതലും പാന്റൊക്കെ ഒരു കുറച്ച് നല്ലോണം ലെങ്ത് ഉണ്ടായിരുന്നു. പിന്നെ സാം അമ്മ കൊടുത്തപ്പോ അമ്മ കറക്റ്റ് ലെങ്തിൽ തന്നെ അടിച്ച് തന്നിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു ഡ്രസ്സാണ്. ഒരു പേർപ്പിൾ കളറാണ്, ഗ്രേപ്പിന്റെ ഒരു കളർ എന്നെല്ലാം പറയാം. അപ്പോ അതിൻ്റെതായിട്ടുള്ള ഷോളും ടോപ്പും പാന്റും അമ്മ അടിച്ചതാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ടോപ്പ് വരുന്നത്. പ്ലെയിൻ പേർപ്പിൾ ഗ്രേപ്പ് കളർ ടോപ്പാണ് വരുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും പിന്നെ അതിന്റെ ലീവ്സും കുഞ്ഞു കുഞ്ഞു സീക്വൻസും ഒക്കെ വെച്ച് എന്താ പറയാ, ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറിന്റെ പാറ്റേൺസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ ടോപ്പ് വരുന്നത്. പിന്നെ ഇതിന്റെ പാന്റ് വരുന്നത് പറഞ്ഞാൽ സാധാരണ പാന്റാണ്, ഒരു എന്താ പറയാ സാധാ പാന്റാണ് വരുന്നത്. അതിന്റെ തന്നെ കളർ ആയിട്ടുള്ളത് പ്ലെയിൻ പാന്റാണ് വരുന്നത്. പിന്നെ അതിന്റെ ഷോളാണ് ഇത്. അപ്പൊ ഇതിന്റെ ഷോൾ എന്ന് പറഞ്ഞാല് ഫ്ലവറിന്റെ പ്രിന്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഫ്ലവറിന്റെ പ്രിന്റാ വരുന്നത്. അപ്പൊ ഇതാണ് മൈ ഡ്രസ്, എന്താ പറയാ, പാന്റ് കുർത്തി വിത്ത് ദുപ്പട്ട. ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത്. ഒരു ഫ്ലവറിന്റെ ഒരു പാറ്റേൺ വരുന്നത്, ഡിസൈൻ വരുന്നത്. അപ്പൊ ഗൈസ്, ഇതാണ് അമ്മ തന്നൊരു ടോപ്പ്. അപ്പം നല്ലൊരു ഡ്രസ്സാണ്, നല്ല പേർപ്പിൾ കളറാണ്. പിന്നെ എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടപ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് നല്ലോണം മാച്ച് ആകുന്നുണ്ട്, നല്ലോണം ചെയ്യുന്നുണ്ട്, നല്ല കളറ് നല്ലോണം നിങ്ങൾക്ക് ആ കളർ നല്ലോണം സ്യൂട്ട് ആകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അത് കഴിഞ്ഞ് എന്താ പറയാ, ആക്ച്വലി ഇതിന്റെ മുന്നേ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം സാമിന്റെ അമ്മക്ക് ഞാന് പെട്ടെന്ന് എനിക്ക് ഓണത്തിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ആ പ്രോഗ്രാമിന് ഇടാൻ വേണ്ടിട്ട് എല്ലാവരും കോഡ് ആക്കിയിട്ടായിരുന്നു. അപ്പൊ സാരിയേനു കോഡ്, അപ്പൊ സാരി ബ്ലൗസും. അപ്പൊ ഒരു ഗ്രീൻ കളർ, എനിക്കാണെങ്കിൽ സാരി ഇല്ല. അപ്പൊ ഞാൻ ടീച്ചറിനോട് ചോദിച്ചിട്ട് ടീച്ചറാണ് എനിക്ക് സാരി തന്നെ. അപ്പൊ ബ്ലൗസ് ഒരു ഗ്രീൻ ബ്ലൗസ്. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇടാൻ സമ്മതിക്കൂല. ലൈക്ക് എന്റെ വീട്ടുകാരെല്ലാം പറയും കുറച്ച് എന്താ പറയാ, കുറച്ച് ഉഷാർ വേണമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ആ സമയം ടീച്ചർ എനിക്ക് സാരി തന്ന്. പിന്നെ ലൈനിങ് തുണിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ സാമിനോട് വെച്ച് നാളെ ഫംഗ്ഷൻ അല്ലേ, അപ്പം ഞാൻ പറഞ്ഞ ഞാൻ നാളെ പോകുന്നില്ല, കാരണം ഞാൻ എല്ലാവരും സാരി എടുക്കുന്ന, എനിക്ക് സാരിക്കാണെങ്കിൽ ബ്ലൗസും ഒന്നുമില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ വിഷമം കണ്ടിട്ട് സാം എന്തെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചിട്ട് തന്നെ അന്നേരം ഞാനും സാമും കോണ്ടാക്ട് ചെയ്യുന്ന വെച്ചാല് സാം എനിക്കൊരു കീപാഡിന്റെ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. അവന്റെ അച്ഛന്റെ ഫോണാണ് എനിക്ക് തന്നെ. അപ്പൊ അതുവഴിയാ നമ്മൾ കോണ്ടാക്ട് ചെയ്യല്. അപ്പൊ ആ സമയം കോണ്ടാക്ട് ചെയ്യുന്ന സമയം എന്നോട് ചോദിച്ച് ലൈനിങ് എടുത്തിട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടുകാർ പിടിക്കൂലേ, അതെന്ന് പറഞ്ഞില്ല, ഫ്രണ്ടിനായിട്ട് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ഗ്രീൻ ലൈനിങ് എടുത്തിട്ട് അവന്റെ അമ്മ നല്ലോണം സ്റ്റിച്ച് ചെയ്തു. അപ്പൊ സ്റ്റിച്ച് ചെയ്ത് അതും നാളെയാണ് ഫംഗ്ഷൻ. അപ്പൊ ഇന്ന് എനിക്ക് ലൈനിങ് ഇവൻ കൊണ്ടുതന്നിട്ട് ഞാൻ ലൈനിങ് വേറെ കൊടുത്ത മമ്മക്കും അതായത് എന്റെ വീട്ടുകാർക്ക് എന്തായാലും ഡൗട്ട് അടിക്കും. അപ്പൊ ഇവൻ എന്ത് ചെയ്ത് ഇവന്റെ അമ്മ കൊടുത്ത് എന്റെ അളവിലെടുത്ത് കറക്റ്റ് ബ്ലൗസ്, ആ ബ്ലൗസ് ഇപ്പിയും എന്റെ വീട്ടിൽ വെച്ചിട്ടാ വന്നേ. ഞാൻ പറഞ്ഞല്ലോ ഹറിബറി ആക്കിയിട്ടില്ല, ഒളിച്ചോട്ടായിരുന്നു. അതുകൊണ്ട് എന്താ പറയാ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇവന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഇവന്റെ അമ്മക്ക് എന്ന് പറഞ്ഞാല് ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം അടിച്ചു തരാൻ പറ്റും. അതായത് ലൈക്ക് എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ മമ്മന്റെ സിസ്റ്ററിന്റെ മൂത്തമ്മ അടിക്കും. പക്ഷെ വലിയ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല മൂത്തമ്മന്റെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാല്. പക്ഷെ ഇവന്റെ അമ്മ എന്ന് പറയുന്നത് എന്റെ അളവ് എടുത്തിട്ട് കറക്റ്റ്, അതൊരു ടൈറ്റ് ആക്കാനോ ലൂസ് ആക്കാനോ ഒന്നും വേണ്ടി വന്നിട്ടില്ല, കറക്റ്റ് ഫിറ്റ് ബ്ലൗസ് ആയിരുന്നു. അതാണ് അവിടെ എടുത്ത് പറഞ്ഞത്. എന്താ പറയാ, എന്ത് ഡ്രസ് ആണെങ്കിലും ഇപ്പൊ അമ്മ അടിച്ചു തരും. ഇപ്പൊ നമ്മള് തുണി കൊടുത്ത് ആ ഒരു മോഡലൊക്കെ കൊടുത്ത് ഓരോ നല്ലോണം സ്റ്റിച്ച് ചെയ്യുന്ന ടൈപ്പിലാണ്. അപ്പൊ കുറെ ഓർഡേഴ്സ്, അതായത് കുറെ സ്റ്റിച്ച് ചെയ്യുന്ന കുറെ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അമ്മക്കൊരു ഷോപ്പ് ഉണ്ട്. അപ്പോ തയ്യിലാണ് ഷോപ്പ്. അപ്പൊ ഷോപ്പിൽ നമ്മളെല്ലാം പോയിട്ട് ഇരിക്കും. ചില ദിവസങ്ങളൊക്കെ നമ്മളവിടെ പോയിട്ട് ഇരിക്കലുണ്ട്. അപ്പൊ നമുക്ക് കുറെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പോ കുറെ കസ്റ്റമേഴ്സ് എല്ലാം വന്ന് പിന്നെ നല്ല എന്താ അവിടെ ഓൾറെഡി കുറച്ച് ഡ്രസ്സൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, റെഡിമെയ്ഡ് മാക്സി അങ്ങനത്തെ എല്ലാം അവൈലബിൾ ആണ്. അപ്പം എന്താ പറയാ, ഇത്രേ പറയാനുള്ളൂ. നല്ലൊരു ഡ്രസ്സാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത്. അപ്പൊ ഇതുപോലെ തന്നെ അമ്മ പല മോഡലും പല ഡിസൈനിലും അടിക്കും. സോ താങ്ക് യു.